അതായത് ഒരു കാപ്പിലറി റൈസ് എന്ന് പറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ തുണിയുടെ ഒരു പീസ് വെള്ളത്തിൽ പകുതി മുക്കിയിട്ടാലും അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ആ തുണി ഫുള്ളായിട്ട് നനയും. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു ഇതിനെയാണ് നമ്മൾ കാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതുപോലൊരു ടെൻഡൻസി അത്യാവശ്യം എല്ലാ മെറ്റീരിയലിനും ഉണ്ട്. ഇതുപോലത്തെ പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനും എല്ലാത്തിനും ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ വാളിലോട്ട്, അതായത് ചുമരിലോട്ട് വെള്ളം കയറി വരുന്നത്. അപ്പോൾ അത് പിന്നീട് നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്താലും പെയിൻറ്റിങ് ചെയ്താലും ഈ സംഭവം പിന്നീട് മെല്ലെ മെല്ലെ അത് പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ഇതിനൊരു ശരിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഭയങ്കരമായിട്ട് മഴയും കാറ്റും എല്ലാം ഉള്ള ഒരു ഇതാണ്. അപ്പം ഏറെക്കുറെ ഒരു 6 months തന്നെ ഇപ്പം മഴയും കാറ്റും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്ട്രക്ചറിലോട്ട് ഡയറക്റ്റ്, അതായത് വീടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കാറ്റും മഴയും തട്ടുന്നതും ഈ ചുമരുകൾ നനയുന്നതും ഇതിനൊരു കാരണമാവും. കാരണം പണ്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വീടുകളൊക്കെ പണിയുന്ന സമയത്ത് അതുപോലെ സൺഷെയ്ഡുകളും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പുറത്തത്തെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പോൾ ഒരു വെയിലടിക്കുന്നതോ അല്ലെങ്കിൽ മഴ വന്ന് കൊള്ളുന്നതോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മോഡേൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മഴ തട്ടുന്നതും അത് നനഞ്ഞ് പിന്നീട് അതൊരു ഡാംപ്നെസ്സിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യണം, അതായത് മോഡേൺ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതിലുള്ള ക്ലൈൻ്റ് ആണെങ്കിൽ അതും കൂടെ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചുമരും കൂടെ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നെയും പരിഹാരം കുറച്ചും കൂടെ നല്ലതാണ്.